നാടുവിട്ടതിൽ നാടുനീളെ അന്വേഷണം. മലപ്പുറത്ത് നിന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ താനൂർ പോലീസ് മുംബൈയിലെത്തി തെളിവെടുപ്പ് നടത്തി. കുട്ടികൾ മുടിമുറിച്ച് സലൂൺ, മൊബൈൽ ഫോൺ വാങ്ങിയ കട, സലൂണിലേക്ക് എത്താൻ വഴി പറഞ്ഞു കൊടുത്ത മലയാളികൾ എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തു. ഇവർക്കൊന്നും കുട്ടികളുമായി മുൻപരിചയമില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ മുംബൈയിൽ നിന്നും കണ്ടെത്തിയെങ്കിലും സംഭവത്തിലെ ദുരൂഹതകളെല്ലാം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പോലീസ് സംഘം മുംബൈയിലെത്തിയത്. കുട്ടികൾക്ക് മുംബൈയിൽ പരിചയക്കാരുണ്ടോ? കുട്ടികളോടൊപ്പം യാത്ര ചെയ്ത റഹീം അസ്ലത്തിന് മുംബൈയിൽ നിന്ന് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടോ? കുട്ടികളെത്തിയ സലൂണിന് സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹ ബന്ധങ്ങളുണ്ടോ എന്ന കാര്യങ്ങളിൽ അന്വേഷിച്ച് വ്യക്തത വരുത്താനാണ് ശ്രമം. കുട്ടികൾ ആദ്യമിറങ്ങിയ പനവേൽ മുതൽ CST റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ സഞ്ചരിച്ച സ്ഥലങ്ങൾ എല്ലായിടത്തും പോലീസ് എത്തി വിശദമായി പരിശോധിച്ചു. CSTയിൽ നിന്നും സലൂണിലേക്ക് പോകാനുള്ള വഴി കുട്ടികൾ ചോദിച്ചത് മലയാളികളോടാണ്. ഇവരിൽ നിന്നും മൊഴിയെടുത്തു. പെൺകുട്ടികൾ മുടിവെട്ടിയ ബ്യൂട്ടി പാർലറിനെ ചുറ്റിപ്പറ്റി വലിയ ആരോപണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. പെൺകുട്ടികൾ മുടിമുറിക്കാൻ എത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ജീവനക്കാർ, ബ്യൂട്ടി പാർലർ ഉടമ എന്നിവരിൽ നിന്നും 1 മണിക്കൂറേറെ നേരം മൊഴിയെടുത്തു. ഇവരുടെ എല്ലാം ഫോൺ രേഖകളടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ബ്യൂട്ടി പാർലറിൽ ജീവനക്കാരോ ഉടമയോ പെൺകുട്ടികളെ മുൻപ് കണ്ടിട്ടില്ല എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. 24 മുംബൈ.